എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തിരുവാതിര ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ഒരു 12 പേര് കൂടി ഒരു ടൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്. രാവിലെ 6 മണിക്ക് ആലുവയിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ക്ഷേത്രങ്ങളൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു 7:15 ആയപ്പോഴത്തേക്കും മൂവാറ്റുപുഴ ടൗണിൻ്റെ അവിടെ എത്തി. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ടൗണിൽ തന്നെ റോഡ് സൈഡിലുള്ള ഒരു ഇഡലിക്കട എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അത് വെജിറ്റേറിയൻ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ വെജിറ്റേറിയൻ അല്ലേ കഴിക്കണത് നല്ലത്. അപ്പോൾ നല്ല ഇലയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇഡലിയാണെന്ന് തോന്നുന്നു അവരുടെ സ്പെഷ്യാലിറ്റി. ദോശയും അതുപോലെ തന്നെ പൂരി, ചപ്പാത്തി എല്ലാം ഉണ്ട്. കോഫി, ടീ എല്ലാം ഉണ്ട്. അവരുടെ ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇഡലിയും ദോശയും വടയും കോഫി, ടീ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചട്നിയും സാമ്പാറും പിന്നെ പുതിന ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ ഫുഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്നതൊന്നും അല്ല കേട്ടോ. ആക്ച്വലി നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇത് റോഡ് സൈഡിലാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഈ രാവിലെയൊക്കെ സമയത്ത് കഴിക്കാനൊക്കെ നല്ലൊരു ഹോട്ടലാണ്. പക്ഷേ പാർക്കിങ്ങിന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കിയിടേണ്ടി വരും. ഇത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ വണ്ടി അവിടെ തന്നെ ഒതുക്കിയിടാൻ പറ്റി. ഇനി ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സുബ്രഹ്മണ്യ ക്ഷേത്രം, ഉറവപ്പാറ എന്ന് പറഞ്ഞ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇത് കുറച്ചൊരു പൊക്കമുള്ള ഒരു മലയുടെ മുകളിൽ പോലെ. സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങൾ കൂടുതലും മലയുടെ മുകളിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ ഉറവപ്പാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോയി. കണ്ടോ, ഇതാണ് ആ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ, അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ പോയച്ചാൽ മതി, ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ തൊഴുതു. ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നട അടച്ചിരിക്കുകയായിരുന്നു നിവേദ്യത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നട തുറന്ന് തൊഴുത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ പോയത് അമരങ്കാവ് വനദുർഗാ ക്ഷേത്രമാണ്. ഇതൊരു കാടിൻ്റെ നടുക്കാണ് കേട്ടോ ക്ഷേത്രം. പക്ഷേ അവിടെ ഫോട്ടോ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് CCTV നിരീക്ഷണത്തിലാണെന്നൊക്കെ. പക്ഷെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം. കണ്ടോ, ഒരു നടപ്പാതയൊക്കെ ഉണ്ട്. ഇതൊരു കാടിൻ്റെ നടുക്കാണ്. അപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഒരു 4-5 ഏക്കറോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെയും ഞങ്ങൾ തൊഴുതു. പക്ഷേ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് വണ്ടി ഇട്ട ആ സ്ഥലത്ത് വന്നിട്ടാണ് ദേ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ നല്ലതുപോലെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷാൽ പായസമുണ്ട്. ഒരു വലിയ പായസം എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ട്. അത് ആ പായസമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ കൊണ്ട് ഞങ്ങൾ പോന്നു. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു ഇടവെട്ടി നഗരവനം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ അത് ഫുൾ സ്വിങ്ങിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനല്ല, ലഞ്ച്. തരക്കേടില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ്. ഒരു റിവറിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. എന്ന് വെച്ചാൽ ഫുഡൊന്നും അത്ര വലിയ ഇതൊന്നും പറയാനില്ല. ഞങ്ങൾ ഫിഷ് കറി, മീൽസും ബിരിയാണിയും അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. പക്ഷേ ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട്, അതായത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നൂല് പോലൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. വലിയ ഇതാന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ആ ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് അപകടം പിടിച്ച ഏരിയയാണ്, വെള്ളത്തിലൊന്നും ഇറങ്ങരുതെന്ന്. ഇവിടെ വെള്ളമൊന്നുമില്ല, കാര്യമായിട്ട് വെള്ളച്ചാട്ടവുമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൊമ്മൻകുത്ത്. അവിടെ കുറച്ച് വെള്ളം, അതും വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല കേട്ടോ, പക്ഷേ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കണ്ടോ, ഇവിടെ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റി. ഞങ്ങൾ ശരിക്കും കുളിക്കാനൊക്കെ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ആയിട്ട് പോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. എങ്കിലും കണ്ടോ, ഇവിടെ കണ്ടില്ലേ കുറച്ച് വെള്ളമുണ്ട്. അവിടെ ഞങ്ങൾ കുറേ നേരം സമയം ചിലവഴിച്ചു. നല്ല രസമുണ്ട്, നല്ലൊരു ഭാഗമാണ്. പിന്നെന്താ, തിക്കും തിരക്കൊന്നുമില്ല, വേറെ അധികം ആൾക്കാരൊന്നുമില്ല. സീസൺ അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. വെള്ളം വളരെ കുറവാണ്.
ഇപ്പം മഴക്കാലമൊന്നും അല്ലല്ലോ, വേനൽക്കാലമല്ലേ, അതുകൊണ്ടായിരിക്കും. മഴക്കാലത്ത് നല്ല രസമായിരിക്കും, നിറഞ്ഞു കിടക്കും എന്നൊക്കെ അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന കല്ലുകളൊന്നും അങ്ങനെ സ്ലിപ്പ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആനകുത്തി വെള്ളച്ചാട്ടമൊന്നുമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ വലിയ പാറയാണ്, കുറേ നടക്കാനും ഉണ്ട്. അതിൻ്റെ ആ പാറയുടെ മുകളിൽ കൂടെ കയറി അപ്പുറത്തേക്ക് കടന്ന് അവിടെയാണ് അല്പം വെള്ളം ഉള്ളത്. നല്ല സീസണിൽ ഭയങ്കര വെള്ളമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാനൊന്നും അത്രയും ഇതിലേക്കൊന്നും ഒരു മുക്കാൽ ഭാഗത്തേ കയറിയുള്ളൂ. ഞങ്ങളിലുള്ള ഒരാൾ ഇത് അപ്പുറത്തേക്ക് കടന്ന് ഇതൊക്കെ കണ്ടായിരുന്നു. അവിടെ നിന്ന് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു 6-6:30 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോന്നു. എന്നിട്ട് വഴിയിൽ നിന്ന് കോഫിയും സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിന് ഒരു 7:30 ആയപ്പോൾ മൂവാറ്റുപുഴ കബനി റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. സ്റ്റാർട്ടറായിട്ടൊരു ഫ്രൈസ് പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, ചപ്പാത്തി എന്ന് വേണ്ട നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അടിപൊളി ഡിന്നറായിരുന്നു. വണ്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടി ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പായിരുന്നു. സേഫായിട്ട് 9:30 ആയപ്പോൾ വീട്ടിലെത്തി. താങ്ക് യു ഓൾ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.